വെൽക്കം ബാക്ക് ടു കുലിനറി ഡിലൈറ്റ് ബൈ വഫീക. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയ വെജ് സ്റ്റൂ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനാവശ്യമായ സാധനങ്ങൾ: രണ്ട് പൊട്ടാറ്റോ, ഒരു വലിയ ക്യാരറ്റ്, കുറച്ച് ബീൻസ്, എരിവിനനുസരിച്ച് പച്ചമുളക്, ചെറിയ പീസ് വെള്ളുള്ളി, ചെറിയൊരു കഷ്ണം പട്ട. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ആദ്യം നമുക്കിത് നന്നായി വാഷ് ചെയ്ത് പീൽ ചെയ്യാം. കരിവേപ്പിലയും കൂടി വേണേ. അപ്പം ഞാനിവിടെ ക്യാരറ്റ് പീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ക്യാരറ്റ് പീൽ ചെയ്തതിന് ശേഷം പൊട്ടാറ്റോ അതുപോലെ തന്നെ പീൽ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കോളിഫ്ലവർ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ കൂടെ. അപ്പോൾ ബീൻസ് നമുക്ക് നല്ലോണം വാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഓരോന്നും കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ക്യാരറ്റ് ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിയും പച്ചമുളകും അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീൻസ് അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ചെറിയ ചെറിയ പീസായിട്ട്, ഓവർ ചെറുതല്ല, ഒരു മീഡിയം ലെവലിലുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പൊട്ടാറ്റോ കട്ട് ചെയ്യാം. പൊട്ടാറ്റോ നമുക്ക് സാധാരണ കറിക്കൊക്കെ, ചിക്കൻ കറിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനെക്കാട്ടിയും കുറച്ചും കൂടി ചെറിയൊരു പീസാണ് ഞാൻ ആക്കുന്നത്. അപ്പോൾ നല്ല കളർഫുള്ളായിട്ട് നമ്മുടെ വെജിറ്റബിൾസ് റെഡിയാണ്. ഇപ്പത്തിൻ്റെ കൂടെയാണ് നമ്മൾ വെജ് സ്റ്റൂ കഴിക്കുന്നത്. അപ്പോൾ ഇടിയപ്പം അവിടെ സെറ്റ് ആവുന്നുണ്ടേ. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ നമുക്ക് കോക്കനട്ട് ഓയിൽ, അതായത് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. അതിലേക്ക് ഞാനൊരു ചെറിയ 2 കഷ്ണം പട്ടിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ മുളകും അതുപോലെ തന്നെ നമ്മൾ ചെറിയ പീസ് ഉള്ളി അരിഞ്ഞ് വെച്ചതും ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണേ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തീൻ്റെയും പത്തിരിൻ്റെയും ഒക്കെ കൂടെ കൂട്ടാം. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. വെളിച്ചെണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ ആ ഒരു വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് വരും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ആക്കുക. അപ്പോൾ നന്നായി ഇളക്കിൻ്റെ. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കുക്കർ മൂടി വെച്ചിട്ട് ഒറ്റ വിസിൽ മതി കേട്ടോ. വിസിൽ വന്നതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിസിൽ പോക്കിയിട്ട് ഒന്ന് നമുക്ക് തുറന്നെടുക്കണം, അല്ലെങ്കിൽ ഉടങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ലേ. അപ്പോൾ ഞാനിതാ കുക്കർ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണേ. അപ്പോൾ കുക്കർ നമുക്ക് ഓപ്പൺ ചെയ്തെടുത്താലോ. അപ്പോൾ നമ്മുടെ ഇടിയപ്പം അപ്പുറത്തെ സൈഡിൽ ബാക്കിയാവുന്നുണ്ട്. അപ്പോൾ തേങ്ങ അടിച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കരിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്നും കൂടി ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇത്ര പണിയുള്ളൂ, സിമ്പിളാണ്, പക്ഷേ ടേസ്റ്റിയാണ്. ഇപ്പോൾ തേങ്ങ അല്ലെങ്കിൽ കുറച്ച് പാലിൽ കോൺഫ്ലവറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ മൈദ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങക്ക് പകരം പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. ബൈ.